ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ റിവ്യൂ പറയാം. ഞാനൊരു കാര്യം ഫസ്റ്റ് തന്നെ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ പരീക്ഷ പേപ്പർ ആരാണോ ഇടുന്നത് അവരോടായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ മോഡൽ എക്സാമിൻ്റെ പേപ്പർ എന്തിനാണ് ഇട്ടിടണേ? ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. മോഡൽ എക്സാമുമായിട്ട് ഒരൊറ്റ ബന്ധമില്ലാത്ത സാധനമാണ് ഞങ്ങൾക്ക് പബ്ലിക്കിന് ഇട്ടാൻ നിൽക്കുന്നത്. അത്രയ്ക്കൊന്നുമില്ല, മീൻസ് ഞാൻ പറയുകയാണെങ്കിൽ ക്രിസ്മസിന് എഴുതി അത്രയ്ക്കില്ല. പക്ഷെ എന്നാലും എന്തിനാണ് ആ മോഡൽ തരണേ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക, എന്തിനാണ് ഇപ്പോൾ മോഡൽ തരണേ? അങ്ങനെ നേരിട്ട് പബ്ലിക്ക് പോലെ തന്നാൽ പോരെ. പബ്ലിക്ക് പോലെ തരൂല്ല. മോഡൽ എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു. ഞാൻ അത് പരീക്ഷ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മോഡൽ അത്യാവശ്യം എളുപ്പമായിരുന്നു. പബ്ലിക്ക് വന്നിട്ട് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസൊക്കെ 2 മാർക്കിന് ക്വസ്റ്റ്യനൊക്കെ എന്തിനാ ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ ഇട്ടേക്കണേ അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. പിന്നെ ഞാൻ ഇന്നലെ എക്സാമിനറിൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു, 3 മണിക്കൂർ ലൈവും. പിന്നെ ഇന്ന് രാവിലെ എക്സാമിനർ റിവിഷൻ ബാച്ച് ലൈവും ഉണ്ടായിരുന്നു. അതൊക്കെ യൂട്യൂബിലുള്ളതാണ്, ഞാൻ യൂട്യൂബ് ക്ലാസ് കാണണേ. അപ്പോൾ അതിൽ വന്നേക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലത്തെ ലൈവിലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എടുത്തത് ഞാൻ കണ്ടില്ല ഫുള്ള്, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിലത്തെ 4 മാർക്കിൻ്റെ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നു. സോ എനിക്ക് അത്യാവശ്യം പിന്നെ 4 മാർക്കിൻ്റെ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം 4 മാർക്കിന് ഞാൻ വിചാരിച്ചു ഓർഗാനിക്കോ ഹൈഡ്രോ കാർബണോ ഇട്ടെങ്കിൽ ഞാൻ പൊട്ടിപ്പോയേനെ. എനിക്ക് എന്തെടുത്ത് ചെയ്താലും ഓർഗാനിക് എന്ന് പറഞ്ഞ സംഭവം മനസ്സിലാവണില്ല. +2 എന്തെന്ന് എനിക്കറിയില്ല. മീൻസ് ഓർഗാനിക് എനിക്ക് ഒട്ടും മനസ്സിലാവുണ്ടായില്ല. ഞാൻ ഇന്നിപ്പോൾ മീൻസ് നമ്മളിങ്ങനെ നമ്മളിപ്പോൾ കാട്ടിക്കൂട്ടി പഠിക്കുമല്ലോ, അങ്ങനെ മീൻസ് മെയിൻലി വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ഓർഗാനിക്കിലും ഹൈഡ്രോ കാർബൺസിലും. അതൊക്കെയാണ് ഞാൻ പഠിച്ചു പോയത്. അല്ലാണ്ട് മെയിൻലി അങ്ങ് സ്ട്രെസ് ഞാൻ ഓർഗാനിക് പഠിച്ചിട്ടുണ്ടായില്ല. കാരണം എനിക്ക് മനസ്സിലാവണം, ഞാൻ ഓർഗാനിക് ഒരു സ്ഥലത്ത് പഠിച്ച് ഇവിടെ എത്തിക്കുമ്പോഴേക്കും ഹൈഡ്രോ കാർബൺസ് മറന്നു, ഹൈഡ്രോ കാർബൺ പഠിച്ചെത്തിക്കുമ്പോഴേക്കും ഓർഗാനിക് മറന്നു. അതിന് എക്സാമിന് ഒരു 5 മണിക്കൂർ ലൈവ് കുറേ നാൾ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഓർഗാനിക് സെറ്റായതായിരുന്നു. ഇന്നലെ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയായത്, അങ്ങനത്തെ ഒരു അവസ്ഥ. സോ ഓർഗാനിക് എനിക്ക് ഒട്ടും സെറ്റാവുണ്ടായില്ല. പേടിച്ചാണ് പോയത്. ഓൾറെഡി നിങ്ങൾ ഈ മോഡൽ ഇങ്ങനെ ഇടുമ്പോൾ നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്ന നിങ്ങൾ നല്ല പരിപാടി കാണിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കൊരുവിധം എനിക്കെന്നല്ല മിക്ക പിള്ളേർക്ക് അറിയായിരുന്നു ടഫായിരിക്കുന്നത്. കാരണം +2കാർ നല്ല രീതിക്ക് ടഫായിരുന്നു. എനിക്കറിയാവുന്ന +2കാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര മീൻസ് അവർ പബ്ലിക് എക്സാമാണത്. ഞങ്ങൾക്ക് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാമെന്നെങ്കിലും പറയാം. അവർക്ക് പബ്ലിക് ഞങ്ങൾക്കിനി ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ടൈം ടേബിൾ എന്താ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അത് പോട്ടെ, അവർ പബ്ലിക് എക്സാമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി മോഡറേറ്റ് ആയിട്ട് തോന്നി. എനിക്ക് പേഴ്സണലി ഈ പരീക്ഷ മോഡറേറ്റാണ് ഞാൻ എഴുതിയേക്കുന്നത് വെച്ച് ആൻസർ കീ ഞാൻ നോക്കിയിട്ടില്ല, നോക്കത്തുമില്ല. കാരണം എനിക്ക് ആ വെക്കേഷൻ കഴിയുന്നവരെങ്കിലും കുറച്ച് സമാധാനം വേണമേ. ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും ഇരുന്ന് ടെൻഷൻ അടിച്ച് ഭ്രാന്തായി. ഞാൻ എന്തൊക്കെ ഇവിടെ കാണിച്ചു വിടുന്നത് എനിക്ക് പോലും അറിയില്ല, അത്രയും ഞാൻ കാണിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വയ്യ. ഇനിയും പരീക്ഷ കഴിയട്ടെ, മാർക്ക് വരില്ല എന്തിട്ടായാലും. അപ്പം അങ്ങനെ നോക്കാൻ ഞാൻ വേഗം എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വെറുതെ എടുത്ത് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. സോ പിന്നെ ഈ പരീക്ഷയിലൊന്നുമല്ല കുറച്ച് ഇതൊന്നുമില്ല, ഈ ഒരു മാർക്കിലല്ല കാര്യം. നമുക്കിനി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുണ്ട്, എല്ലാവരും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വല്ലവർക്കും ഇങ്ങനെ നമുക്കറിയാം നമ്മൾ എന്നിട്ട് ചെയ്തിരുന്നത് നമുക്ക് എത്ര മാർക്ക് കിട്ടും, നമുക്കൊരു വിധം ഒരു ഇതുണ്ട്. സോ എല്ലാവരും ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉണ്ട്. സോ പേടിക്കാതിരിക്കുക, അടുത്ത പരീക്ഷയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറേ ആൾക്കാർ തകർന്നു പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ടഫായിരുന്നൊരു മീൻസ് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് തന്നെ. സോ അവർ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ നല്ല ടഫായിരുന്നു, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർ പേടിക്കണ്ട, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പരീക്ഷയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് വിട്ട് കളയുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമിനറിൽ വന്ന ക്വസ്റ്റ്യൻസ് 31ാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ 30ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിനറിൽ നിന്ന് വന്നതായിരുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിനറിൻ്റെ ലൈവിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ അത് ടെസ്റ്റിൽ ഈ പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചില്ല ഇതിങ്ങനെ വരുമെന്ന്. പക്ഷേ എനിക്ക് ഐഡിയയിൽ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് തെറ്റാണെന്ന് എനിക്കറിയാം. നോ. പിന്നെന്തുമായിരുന്നു, പിന്നെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ JEE ലെവൽ ക്വസ്റ്റ്യൻസോ ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഒരു ജാതി വളഞ്ഞ് മൂക്ക് പിടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഇവർക്കിത് മോഡലിലിട്ടാൽ നമ്മളത് പഠിക്കൂടെ, അത് മനസ്സിലാക്ക്.
നമുക്ക് പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നമുക്കത് സ്കൂളിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിപ്പിച്ച് തരുന്നില്ല. അവരിപ്പോഴും ജാംബോൻ്റെ കാലത്ത് പോലെയാണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. പല ഇക്വേഷൻസും ടെസ്റ്റിൽ നോക്കി വായിച്ചാൽ മതി എന്നും കുറേ പോർഷൻസൊക്കെ ടെസ്റ്റ് ഇപ്പോൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഫുള്ളായിട്ടൊന്നുമില്ല. അവർ പണ്ട് എങ്ങനെയാണോ അതേപോലെ സ്ട്രാറ്റജി വെച്ച് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. അല്ലാണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസോ നിലവാരമുള്ള ക്വസ്റ്റ്യൻസോ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാണ്ട് പബ്ലിക് എക്സാമിന് കൊണ്ടുപോയിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് നോട്ട് ദ പോയിന്റ്. പിന്നെ ആക്ച്വലി വളരെ മോശമായി, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം, ആരും വിഷമിക്കണ്ട. നമുക്ക് ഫിസിക്സ് ഇനി വരുന്നുണ്ട്, ഒരാഴ്ചയിൽ നമുക്ക് ഫിസിക്സും മാത്സും അടുപ്പിച്ച് വരുന്നുണ്ട്. സോ അതിന് വേണ്ടി മാക്സിമം പറ്റുന്നത് ചെയ്യുക. എക്സാം ചെയ്താൽ ഒരെണ്ണം ഇങ്ങനെ ഇതായി പോയിന്ന് വെച്ചിട്ട് ഇത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എല്ലാം ടഫായിരിക്കും അങ്ങ് വിചാരിച്ചോളി, അതാണ് നല്ലി. അല്ലേ നമ്മൾ ഈ മോഡൽ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ നോക്കിയാണ് പോവുക. അങ്ങനെ നോക്കി പോയിട്ട് ഒരൊറ്റ കാര്യമില്ല. അവർ മോഡൽ എക്സാമിന് ഇടുന്നത് വേറെ, മറ്റേ മോഡൽ എക്സാം ഇത് അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ഇതൊരു മോഡറേറ്റ് പേപ്പർ ആയിരുന്നു എന്ന് വെച്ച് ഗംഭീരം അല്ലെങ്കിൽ മോഡൽ എക്സാം ഞാൻ എഴുതിയ പോലെ എനിക്ക് എഴുതിയെന്നെങ്കിലും തോന്നുന്നില്ല. പക്ഷേ എന്നാൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കുറേ നേരം പോകുന്നു. മീൻസ് ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഞങ്ങൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിന്ന് ചിന്തിക്കണം. മനസ്സിലായോ? ഓൾറെഡി നമ്മൾ കുറേ ചിന്തിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നത്. അതിൻ്റെ കൂടെ 1 മാർക്കിനൊക്കെ ഇരുന്ന് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയുള്ള പരിപാടി ഏട്ടാ, മനസ്സിലാക്കുക. എത്ര പറയാനുള്ളൂ, എനിക്കൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട മഹാന്മാരോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഓർഗാനിക് ഇടാത്തതിൽ എനിക്ക് നല്ല നന്ദിയുണ്ട്. കാരണം ഓർഗാനിക് ഇട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഓർഗാനിക് വന്നപ്പോൾ ഞാൻ അട്ടർലി പറയുന്നില്ല, നമ്മൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും പബ്ലിക്കിൽ വന്ന് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താ, ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതെന്താ സംഭവം? മറ്റേ 1ാമത്തെ കിട്ടി, 2ാമത്തെ അതെനിക്ക് മനസ്സിലാവുള്ള. മറ്റേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ, എൻ്റെ ക്യാമറ ഇങ്ങനെ ഇതാ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാ, എന്തോ സെൽഫിയാ. സോ ഇതിങ്ങനെ സെറ്റാവില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. പിന്നെ അതേപോലെ ആ ടേബിൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നല്ലതായിരുന്നു, പക്ഷേ കുറേയൊക്കെ. പിന്നെ ഈ വേവിൻ്റെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഇത് × 4 ചെയ്തിട്ട് 8 കിട്ടി അല്ലേ? 8 എനിക്ക് ഉത്തരം കിട്ടിയത്. നിങ്ങൾക്ക് ഉത്തരമൊക്കെ പറയണേ ഗൈസ്. പിന്നെ എക്സാമിൻ്റെ ലൈവ് ആയാലൊക്കെ കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ പറയാം. നിങ്ങളുടെ ജെന്യുവനുള്ള അഭിപ്രായം പറഞ്ഞോളൂ വീഡിയോയിൽ. സോ എനിക്കിങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അഭിപ്രായം. മീൻസ് ഫസ്റ്റ് തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. സോ അവരായിട്ട് ഇങ്ങനെ, അപ്പോൾ എനിക്ക് തോന്നിയത് മിക്കവർക്ക്, ചിലർക്കൊക്കെ ടഫായും ചിലർക്ക് മോഡറേറ്റ് ആയിരുന്നു. അല്ലാണ്ട് ഈസി എന്ന് പറഞ്ഞ് എനിക്ക് ആരും മെസ്സേജ് അയച്ചതായിട്ടോ ഞാനങ്ങനെ സ്കൂളിലും ഞാനങ്ങനെ കണ്ടില്ല കേട്ടോ ആരെയും. ഈസി ആയിരുന്നു, പൊളിച്ചു അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ ആരെയും കണ്ടില്ല. കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും സെറ്റ് അങ്ങനെ പറഞ്ഞാൽ ഇറങ്ങണ്ടായിരുന്നു. പക്ഷേ ആൻസർക്ക് നോക്കിയപ്പോൾ പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, ഫിസിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ? എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സോ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങുക. നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു സപ്പോർട്ടിനായിട്ടോ ഇവർ ഈ സിസ്റ്റം മാറ്റുന്നോ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. സോ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഇവർ പ്രൊവൈഡ് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് വേറൊരു റിയാലിറ്റി. ഓക്കെ, എൻ്റെ മൈക്ക് അത് വേറൊരു റിയാലിറ്റി. ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അവർ പബ്ലിക് എക്സാം. പക്ഷേ ഞങ്ങൾ നമ്മുടെ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്, കെമിസ്ട്രിയുടെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ അത്യാവശ്യം ടഫായിരുന്നു. ആ ഒരു ലെവലിലേക്ക് ഇച്ചിരി കൂടി താഴെ, എന്നാൽ മോഡൽ എക്സാമിൻ്റെ പോലെയല്ല, അങ്ങനത്തെ ഒരു പേപ്പറായിരുന്നു ഇത്. കുഴപ്പമുണ്ടായില്ല. എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഫിസിക്സും മാത്സിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പഠിക്കുക. പക്ഷെ ഞാനിങ്ങനെയൊക്കെ പറയും, സ്റ്റഡി ലീവ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കളയ്ക്കും. എന്നിട്ട് തലേദിവസം ഞാൻ ഇരുന്നങ്ങ് പഠിക്കും, വല്ലതും കിട്ടിയാലേ. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പബ്ലിക് എക്സാമാണ്, നിസ്സാരമായിട്ട് കളയരുത്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ +2 എങ്ങനെയാണ്, എത്രയും അവർക്ക് അത്യാവശ്യം നല്ല ടഫാണ് ഇതിൻ്റെ ഇടയിൽ വന്ന് നമ്മളുടെ സപ്ലി എഴുതിയെടുക്കാൻ. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ അവർ തരത്തുള്ളൂ. സോ അങ്ങനെയും വിചാരിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. +1 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ +2 നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, അത്യാവശ്യം നന്നായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ടാറ്റാ.
ബൈ, സി യു.